പ്രപഞ്ചനാഥനായ മഹാവിഷ്ണുവിനും ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിക്കും ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖം. കഠിനമായ വേനലിലും മനസ്സിനെ കുളിർപ്പിക്കുന്ന ഭക്തിയുടെ തണ്ണീർപ്പന്തലൊരുക്കുന്ന ഈ കാലഘട്ടം മാധവമാസം എന്നും അറിയപ്പെടുന്നു. 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെ നീണ്ടു നിൽക്കുന്ന ഈ പുണ്യമാസത്തിൽ ഭഗവാൻ മഹാലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഭക്തരെ അനുഗ്രഹിക്കാൻ എത്തുന്നു എന്നാണ് വിശ്വാസം. ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയാനും ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാനും സഹായിക്കുന്ന വൈശാഖ മാസത്തിലെ വിശേഷങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ നന്മയുടെയും ദാനധർമ്മങ്ങളുടെയൊക്കെ പുണ്യകാലമായ വൈശാഖ മാസം എത്തിക്കഴിഞ്ഞു. ഭാരതീയ കലണ്ടർ പ്രകാരം ഏറെ വിശിഷ്ടപ്പെട്ട 29 ദിവസങ്ങൾ വെറും ഒരു കാലയളവല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാനുള്ള ഒരു അവസരമാണ്. ഇതിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സൂര്യോദയത്തിന് മുൻപുള്ള സ്നാനവും ലളിതമായിട്ടുള്ള നാമജപങ്ങളും കൊണ്ട് എങ്ങനെ ഭഗവത് കൃപ നേടാമെന്നാണ് കേട്ടോ. 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പ്രധാന ദിവസങ്ങളും ദാനത്തിൻ്റെ മഹിമ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിപ്രാധാന്യമുള്ള മാസമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത് അതികാലത്തുള്ള കുളിയാണ് കേട്ടോ. ആ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ 6 നാഴിക മുന്നേ, അതായത് ഏകദേശം 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്ത് സ്നാനം ചെയ്യുന്നത് ഗംഗാ സ്നാനത്തിന് തുല്യമായ ഫലം നൽകുന്നതെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ വൈശാഖ മാസത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ജലാശയങ്ങളിലും, അതായത് നദികളിലും കിണറുകളിലും കുളങ്ങളിലും നമ്മുടെ വീട്ടിലുള്ള പൈപ്പ് വെള്ളത്തിൽ പോലും നമുക്ക് സകല തീർത്ഥങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നാനം ചെയ്യുന്നത് ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയാനായിട്ട് സഹായിക്കും. ഭഗവാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒന്നിച്ചിരിക്കുന്ന രൂപത്തെയാണ് നമ്മൾ ഈ മാസം ആരാധിക്കേണ്ടത്. തിരക്കുള്ളവർക്ക് ജോലിക്കിടയിൽ പോലും ഓം നമോ നാരായണായ എന്നും അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്നൊക്കെ എല്ലാ സമയവും ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ സമ്പൽ സമൃദ്ധിക്കായിട്ട് മഹാലക്ഷ്മി അഷ്ടകം, കനകധാര സ്തോത്രം എന്നിവയൊക്കെ മനഃശാന്തിക്കായിട്ട് വിഷ്ണു സഹസ്രനാമം, നാരായണീയം എന്നിവയൊക്കെ നിത്യവും ചൊല്ലുന്നത് ഉത്തമമാണ്. വൈശാഖ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് കേവലം ഒരു ആഹാര നിയന്ത്രണം മാത്രമല്ല കേട്ടോ, മനസ്സിന് ശരീരത്തെയും ശുദ്ധീകരിച്ച് ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ്. 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയുള്ള കാലയളവിൽ നമുക്ക് ലളിതമായിട്ട് വ്രതം എടുക്കേണ്ട രീതി ഞാൻ പറയാം. നമ്മൾ ആദ്യം തന്നെ സൂര്യോദയത്തിന് മുന്നേ തന്നെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപുള്ള സ്നാനം ഗംഗാ സ്നാനത്തിന് തുല്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഈ സമയത്ത് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് കുളിക്കുക. കുളിക്കുന്ന വെള്ളത്തിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം സങ്കല്പിക്കുന്നത് ഉത്തമമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്തയാണ് പാടുള്ളൂ. കുളി കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം വീട്ടിലെ നിലവിളക്ക് തെളിയിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുക. പിന്നെ ആഹാര രീതികൾ നമുക്ക് നോൺ വെജ് ഒഴിവാക്കണം. വ്രതകാലത്ത് മത്സ്യം, മാംസ്യം, മുട്ട എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കേട്ടോ. പിന്നെ ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കി സ്വാത്വിക ആഹാരം കഴിക്കുന്നത് മനസ്സിനെ ശാന്തമായി ഇരിക്കാനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ ഏറ്റവും ഉത്തമം ഒരിക്കലെടുക്കുന്നതാണ് കേട്ടോ. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ചോറ് ഒരു നേരം മാത്രം കഴിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഗോതമ്പ്, ഓട്സ് അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇത്രയും ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ കഠിനമായ ചൂടുള്ള സമയമായതിനാൽ നമ്മൾ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. ഇളനീര്, മോര് എന്നിവയൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഇത് ശരീരത്തിന് ആരോഗ്യം നിലനിർത്താനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ ഈ ഒരു മാസം നമുക്ക് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന് തുളസിയില സമർപ്പിക്കുന്നത് നല്ലതാണ്. വൈശാഖ മാസത്തിൽ ഭഗവാൻ വിഷ്ണുവിന് തുളസിമാല ചാർത്തുന്നത് അതീവ പുണ്യമാണ്. ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും ഓരോ തുളസിയില ഭഗവാന്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പിന്നെ മന്ത്രങ്ങളൊക്കെ ഓം നമോ നാരായണ അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രങ്ങളൊക്കെ എല്ലാ ദിവസവും ജപിക്കുക. പറ്റുന്ന സമയമൊക്കെ നമ്മളത് ജപിക്കുന്നത് നല്ലതാണ്. സമയമുള്ളവർ വിഷ്ണു സഹസ്രനാമമോ നാരായണീയമോ ഒക്കെ പാരായണം ചെയ്യുന്നതും നല്ലതാണ്. വൈശാഖ മാസം കഠിനമായ വേനൽക്കാലത്ത് വരുന്നതുകൊണ്ട് അതുകൊണ്ട് ദാഹിക്കുന്നവർക്കും വിശന്നവർക്കും നൽകുന്ന ദാനത്തിന് വലിയ പുണ്യമുണ്ട് കേട്ടോ. അതായത് നമുക്ക് ജലം, അതായത് പാനീയം, പിന്നെ വസ്ത്രങ്ങൾ, നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും ദാനം ചെയ്യാം. ഒരാൾക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളതെന്ന് നമ്മളത് നൽകുന്നതാണ് യഥാർത്ഥ ദാനം. അവർക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക. വെറും ഒരു ഗ്ലാസ് വെള്ളമോ തണുത്ത ജ്യൂസോ
ദിവസമാണെങ്കിലും നൽകിയാൽ പോലും ആ വ്യക്തിയുടെ മനസ്സ് തണുക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു പുണ്യം നമുക്ക് വിവരിക്കാനാവത്തില്ല. അത്രയേറെ പുണ്യമാണ്. പിന്നെ അതുപോലെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് തന്നെ വ്രതം നോക്കാൻ ശ്രമിക്കുക. അതായത് ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുള്ള ഒരിക്കൽ വ്രതം എടുക്കുന്നത് നല്ലതാണ്. ബാക്കി നേരങ്ങളിൽ ഗോതമ്പോ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. ബ്രഹ്മചര്യം വൈശാഖ മാസം മുഴുവൻ കർശനമായിട്ടുള്ള ബ്രഹ്മചര്യം പാലിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് ലക്ഷ്മി നാരായണന്മാരുടെ ദമ്പതികളുടെ ഒരു ആനന്ദത്തെ പ്രതികരിക്കുന്ന മാസമാണ്. എന്നാൽ ഏകാദശി പോലുള്ള ദിവസങ്ങൾ അവിടെ വരുന്നുണ്ടല്ലോ, ആ ദിവസങ്ങൾ നമ്മൾ വ്രതശുദ്ധി പാലിക്കണം. അപ്പോൾ നിങ്ങൾ വ്രതം എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഇത് നോക്കണം. പിന്നെ 29 ദിവസവും വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് അക്ഷയ തൃതീയ, ശുക്ലപക്ഷ ഏകാദശി, പൗർണമി എന്നീ 3 ദിവസങ്ങളിലും വ്രതം നോറ്റാൽ മുഴുവൻ മാസത്തെ ഒരു ഫലം ലഭിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏപ്രിൽ 18 വൈശാഖ മാസം ആരംഭം തുടങ്ങുന്നു. ഏപ്രിൽ 19 അക്ഷയ തൃതീയ വരുന്നുണ്ട്. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും നല്ല ദിനമാണെന്ന്. പിന്നെ ഏപ്രിൽ 27 മോഹിനി ഏകാദശിയും വിഷ്ണു ഭജന നടത്തേണ്ട ഒരു നല്ലൊരു ദിവസമാണ്. ഏപ്രിൽ 30 നരസിംഹ ജയന്തി വരുന്നുണ്ട്. മെയ് 18 വൈശാഖ പൗർണമിയും വരുന്നുണ്ട്. അപ്പോൾ മനസ്സ് നിർമ്മലമാക്കുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാനും ഈ വൈശാഖ കാലം വിനിയോഗിക്കുക. എല്ലാ ദിവസവും രാവിലെയും വിളക്ക് കൊളുത്തി നാരായണ നാമം ചൊല്ലാൻ മറക്കാതിരിക്കുക. ഏത് ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റുന്ന മാസമാണ് കേട്ടോ വൈശാഖ മാസം. വൈശാഖ ദിനങ്ങളിൽ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഈ സമയത്ത് പ്രഭാത സ്നാനത്തിൽ ത്രിലോകത്തിലുള്ള സർവ്വ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും ആറുകളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം. അതിരാവിലെയുള്ള സ്നാനം സർവ്വ തീർത്ഥ സ്നാനഫലം നൽകുമെന്ന് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ പുണ്യ ദിവസങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങളും ഉണ്ട്. മഹാവിഷ്ണു സ്മരണയോടെ സ്നാനം ചെയ്തതിനു ശേഷം ജപവും പൂജയും ദാനവും ചെയ്യണം. ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുകയും വേണം. വൈശാഖ മാസത്തിൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിലുണ്ടാകുമെന്നാണ് സങ്കല്പം. വ്രതശുദ്ധിയോടെയും നിഷ്ഠയോടെയും വൈശാഖം നോറ്റാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നന്മയുടെയും അഭിവൃദ്ധിയുടെയും മാസമാണ് വൈശാഖ മാസം. മാധവന് പ്രിയപ്പെട്ട മാസം, അതിനാൽ ഇതിനെ മാധവമാസം എന്നും അറിയപ്പെടുന്നുണ്ട്. ഭഗവത് പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു നാമങ്ങൾ ഉരുവിടുക, സത്ചിന്തകൾ സന്തോഷത്തിനും കാരണമാകും. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ സപ്തമി വളരെ വിശേഷപ്പെട്ടതാണ്. ജനു മഹർഷി കുടിച്ചു വറ്റിച്ച ഗംഗാദേവിയെ തൻ്റെ ചെവിയിലൂടെ പുറത്തുവിട്ട ദിവസമാണിത്. അന്നേ ദിവസം ഗംഗാസ്നാനം ചെയ്യുന്നത് അത്യുത്തമമാണ്. നാരദ മഹർഷി അംബരീക്ഷ മഹാരാജാവിന് വൈശാഖ മാസത്തിൻ്റെ മഹത്വം വിവരിച്ചു കൊടുക്കുന്നതിനായിട്ട് പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പറയുന്നുണ്ട്. വിഷ്ണു ഭക്തി വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണിത്. ഈ മാസത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്രയേറെ ശ്രേഷ്ഠമാണ് കേട്ടോ. നാമജപം ചെയ്യുന്നതും നല്ലതാണ്. പറ്റുന്ന നേരം രാവിലെയോ വൈകിട്ടൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അത്രയേറെ നല്ലതാണ്. പറ്റുന്ന അത്രം ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ നാമം ജപിക്കുന്നതൊക്കെ നല്ലതാണ്. ചുരുക്കത്തിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധീകരണത്തിനും ഭഗവത് കൃപ ലഭിക്കാനുമുള്ള ഏറ്റവും ഉത്തമമായ കാലയളവാണിത്. ഋഷീശ്വരൻ നിർദ്ദേശിച്ച ഈ ആചാരങ്ങൾ പാലിക്കുന്നത് നമ്മുടെ സാംസ്കാരികവും ആത്മീയവുമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം വർദ്ധിപ്പിക്കാനായിട്ട് ഈ വൈശാഖ പുണ്യകാലം നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ്. കേവലം ആചാരങ്ങൾക്കപ്പുറം സഹജീവികളോടുള്ള കരുണയും ദാനധർമ്മങ്ങൾ വഴി മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഈ കാലയളവ് നമ്മെ പഠിപ്പിക്കുന്നത്. 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയുള്ള ഈ 29 ദിവസങ്ങൾ ഭഗവത് ചിന്തയോടും ശുദ്ധിയോടും വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാം ലളിതമായിട്ടുള്ള നാമജപങ്ങളിലൂടെയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയിലൂടെയും ഈ മാധവമാസത്തിൻ്റെ പൂർണ്ണ ഫലം ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓം നമോ നാരായണ.